ഫിലിം ഫെസ്റ്റിവലിന് വേണ്ടി നിർമ്മിക്കുന്ന സിനിമ എന്ന് പറഞ്ഞുകൊണ്ടാണ് താൻ ചുരുളിയിൽ അഭിനയിച്ചതെന്ന നടൻ ജോജു ജോർജ്. സിനിമയുടെ തെറിയില്ലാത്ത പതിപ്പിനു വേണ്ടിയും താൻ ഡബ്ബ് ചെയ്തിരുന്നു. എന്നാൽ പണം കൂടുതൽ ലഭിക്കുമെന്ന് വന്നപ്പോൾ തെറിയുള്ള പതിപ്പ് നിർമ്മാതാക്കൾ OTTക്ക് വിറ്റുവെന്നും ജോജു പറഞ്ഞു. തനിക്ക് പ്രതിഫലം നൽകിയെന്ന് പറയുന്ന സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി കരാറ് പുറത്തുവിടാൻ തയ്യാറാകണമെന്നും ജോജു കൊച്ചിയിൽ പറഞ്ഞു. ചുരുളി സിനിമയുമായി ബന്ധപ്പെട്ട് നടൻ ജോജു ജോർജ് ദിവസങ്ങൾക്ക് മുൻപ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖമാണ് പുതിയ വിവാദത്തിന് വഴിവെച്ചത്. ഫിലിം ഫെസ്റ്റിവലിന് വേണ്ടി നിർമ്മിക്കുന്ന സിനിമയാണ് ചുരുളിയെന്നും തെറിയില്ലാത്ത പതിപ്പായിരിക്കും റിലീസ് ചെയ്യുക എന്നുമാണ് അണിയറ പ്രവർത്തകർ തന്നോട് പറഞ്ഞതെന്നും അഭിനയിച്ചതിന് മതിയായ പ്രതിഫലം കിട്ടിയില്ലെന്നും ജോജു പറഞ്ഞിരുന്നു. ഇതിന് മറുപടിയുമായി സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി രംഗത്തെത്തി. ജോജുവിനെ ആരും തെറ്റിദ്ധരിപ്പിച്ചതായി ഓർമ്മയില്ലെന്ന് ലിജോ ജോസ് ഫേസ്ബുക്കിൽ കുറിച്ചു. 3 ദിവസത്തെ അതിഥിവേഷത്തിനായി ജോജുവിന് നൽകിയ ശമ്പളത്തിന്റെ വിവരവും ലിജോ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചു. ഈ സാഹചര്യത്തിലാണ് വിശദീകരണവുമായി ജോജു ജോർജ് മാധ്യമങ്ങളെ കണ്ടത്. ഫിലിം ഫെസ്റ്റിവലിന് വേണ്ടി നിർമ്മിക്കുന്ന സിനിമ എന്ന് പറഞ്ഞതുകൊണ്ടാണ് താൻ ചുരുളിയിൽ അഭിനയിച്ചതെന്ന് ജോജു പറഞ്ഞു. സിനിമയുടെ തെറിയില്ലാത്ത പതിപ്പിനു വേണ്ടിയും താൻ ഡബ് ചെയ്തിരുന്നു. എന്നാൽ പണം കൂടുതൽ ലഭിക്കുമെന്ന് വന്നപ്പോൾ തെറിയുള്ള പതിപ്പ് നിർമ്മാതാക്കൾ OTTക്ക് വിറ്റുവെന്നും ജോജു പറഞ്ഞു. തെറിയുള്ള വേർഷൻ പോലും IFFKയിൽ വന്നില്ല. പിന്നീട് പൈസ കൂടുതൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവരത് OTTയിൽ വിട്ടു. തെറിയുള്ള വേർഷൻ ഇങ്ങനെ ഒരു റിലീസ് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു ഞാൻ ചെയ്യില്ലായിരുന്നു. തനിക്ക് പ്രതിഫലം നൽകിയെന്ന് പറയുന്ന സംവിധായകൻ ലിജോ ജോസ് കരാർ പുറത്തുവിടാൻ തയ്യാറാകണമെന്നും ജോജു പറഞ്ഞു. ഞാൻ 5 ലക്ഷം രൂപയ്ക്ക് ആ സിനിമയിൽ അഭിനയിച്ച് തീർത്തോളാം എന്ന് പറഞ്ഞൊരു എഗ്രിമെന്റ് ഉണ്ടാവണമല്ലോ അവർക്ക് എല്ലാവരുടെ കയ്യിൽ. തീർച്ചയായിട്ടും ഈ തുണ്ട് കടലാസിന്റെ ഒപ്പം ആ എഗ്രിമെന്റ് കൂടി പുറത്തുവിടണം. കാരണം ഞാൻ അദ്ദേഹത്തിന് ഈ സിനിമ ഈ പൈസയ്ക്ക് അഭിനയിച്ച് കൊടുത്തോളാമെന്നും അതായിരുന്നു എൻ്റെ ശമ്പളമെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പുറത്തുവിടണം. കൈരളി ന്യൂസ്, കൊച്ചി.